ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം നടന്ന ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ത്രിയുഗി നാരായണ ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ്. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ബേസ് ക്യാമ്പായിട്ടുള്ള സോനപ്രയാഗിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്ക്. കേദാർനാഥിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ത്രിയുഗി നാരായണ ക്ഷേത്രം. ഇതാണ് സോനപ്രയാഗിലെ പാർക്കിങ്. നമ്മുടെ ആ സോനപ്രയാഗ് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ജംഗ്ഷനാണ് കാണുന്നത്. ത്രിയുഗി നാരായൺ 13 കിലോമീറ്റർ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്ക്. സോനപ്രയാഗിൽ നിന്ന് നമുക്ക് ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ജീപ്പ് സർവീസ് ഉണ്ട്, ഷെയർ ജീപ്പ് സർവീസുകളാണ്. 200 രൂപയ്ക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതായത് നമ്മൾ ദർശനം കഴിയുന്നിടം വരെ ഒരു 1/4 മണിക്കൂർ നേരം നമ്മൾ പോകുന്ന ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യും. 200 രൂപയ്ക്ക് നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടം വരെ വരുള്ളൂ. ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന കവാടമാണ്. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തോട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഹോമം അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഇത് ബ്രഹ്മകുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് വിഷ്ണുകുണ്ട്. ഈ ഓരോ സ്ഥലത്തിനും ഓരോ തീർത്ഥത്തിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഇവിടെ ഈ ശിവപാർവതി വിവാഹം നടക്കുന്ന സമയത്ത് സകല ദേവതമാരും ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒക്കെ വേണ്ടിയിട്ട് കുളിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുണ്ഡങ്ങളാണ് ഇത് ഇവിടെ കാണുന്ന ഈ ഓരോ തീർത്ഥ കുളങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വിഷ്ണു തീർത്ഥം, ബ്രഹ്മതീർത്ഥം, സരസ്വതി തീർത്ഥം എന്നിങ്ങനെ പല പേരുകൾ വരുന്നത്. നമുക്ക് നമ്മുടെ പല പുരാണങ്ങളിലും ഈ ശിവപാർവതി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ബ്രഹ്മദേവനാണ് ഈ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണു പാർവതീദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്ന് പാണിഗ്രഹണം നടത്തി കൊടുത്തത് മഹാവിഷ്ണു ആണെന്നുമാണ് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതമെന്ന് പറയുന്നത് ശിവപാർവതിമാരുടെ വിവാഹ സമയത്ത് ജ്വലിപ്പിച്ച ഹോമാഗ്നി നമുക്ക് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഹിമാലയത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും മഞ്ഞുകാലം തുടങ്ങുമ്പം, ശൈത്യകാലം തുടങ്ങുമ്പോഴത്തേനും അടച്ചിടുകയാണ് പതിവ്. കനത്ത മഞ്ഞ് വീഴ്ച മൂലം ഈ ക്ഷേത്രം വരെ ചിലപ്പോൾ മൂടിപ്പോകുന്ന അവസ്ഥയുണ്ട് പല ക്ഷേത്രങ്ങളും. പക്ഷേങ്കിൽ ഈ ത്രിയുഗി നാരായണ ക്ഷേത്രം മാത്രം വർഷം മുഴുവൻ തുറന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഹോമാഗ്നി വർഷം മുഴുവൻ ജ്വലിപ്പിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വിറക്, അതായത് 6 മാസം ഈ കനത്ത മഞ്ഞ് വീഴ്ച മൂലം ഇങ്ങോട്ട് വാഹനങ്ങൾക്കൊന്നും ചിലപ്പം വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് വേണ്ട ശൈത്യകാലത്തേക്ക് ആവശ്യമുള്ള ഈ വിറകുകൾ നേരത്തെ ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ ഈ ഹോമാഗ്നി ഒരിക്കലും കെടാതെ ഇവിടെ സൂക്ഷിച്ചു പോരുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഭക്തജനങ്ങൾ വഴിപാടായിട്ട് വിറക് സമർപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഈ ശിവപാർവതിമാരുടെ വിവാഹ സമയത്ത് ജ്വലിപ്പിച്ച ഹോമാഗ്നിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിറക് ഇങ്ങനെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. ഇങ്ങനെ വിറക് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് വിശ്വാസം. വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി മാത്രമല്ല, സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ വിറക് സമർപ്പിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഈ ഹോമകുണ്ഡത്തിലെ ചാരം ഭക്തജനങ്ങൾ പ്രസാദമായിട്ട് സ്വീകരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹോമാഗ്നിയിൽ നിന്ന് അഗ്നി പകർന്ന് പല ഭാഗങ്ങളിലേക്കും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ, അതായത് മറ്റ് ഹോമാഗ്നിയിൽ ജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഗ്രഹങ്ങളിൽ ജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ടും മറ്റ് ശുഭകാര്യങ്ങൾക്കൊക്കെ അഗ്നി ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് അഗ്നി കൊണ്ടുപോകുന്നതായിട്ട് കാണാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ അഗ്നി ശേഖരിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നതായിട്ടാണ് അറിയുന്നത്. കേരളത്തിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ പല ഹോമങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അഗ്നി ഇവിടുന്ന് പകർന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് 3 യുഗങ്ങളിൽ ഇവിടുത്തെ ഹോമാഗ്നി സ്വയമേ ജ്വലിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ മാത്രമാണ് ഇത് മനുഷ്യർ ജ്വലിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ശിവപാർവതിമാരുടെ വിവാഹം നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹത്തിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. വിവാഹം നടക്കാത്ത ആൾക്കാർ വിവാഹം നടന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് വഴിപാട് നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് വിവാഹം ചെയ്തോളാം എന്നും വഴിപാട് നേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൽ വിവാഹം നടത്തുവാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ചെറിയ തോതിലുള്ള സൽക്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുവാനായിട്ടുള്ള ഓഡിറ്റോറിയങ്ങളും ഒക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റും ഇവിടെ വെച്ച് വിവാഹം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പാർവതീദേവിയുടെ അച്ഛനായിട്ടുള്ള ഹിമവാനാണ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. അതിനുശേഷം ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുനഃപ്രതിഷ്ഠകളും ഒക്കെ നടത്തിയത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും സരസ്വതി ദേവിയുടെയും പ്രതിഷ്ഠകൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കാണാം. ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ട് മറ്റനേകം ഉപദേവതമാരുടെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാം.
കാണുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ചില പ്രാദേശികമായിട്ടുള്ള വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനൻ്റെ ജന്മസ്ഥലം ആയിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കപ്പെടുന്നത് വാമനൻ്റെ രൂപത്തിലാണ് എന്നും പറയുന്നു. കേദാർനാഥ് ദർശനത്തിന് വരുന്ന ഏതൊരാളും ഒരു അല്പം സമയം കൂടി കണ്ടെത്തുവാണെങ്കിൽ ഈ ത്രിയോഗി നാരായണ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താനായിട്ട് പറ്റും. കേദാർനാഥ് ദർശനം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി വരുവാണെങ്കിൽ ആ സമയമായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ദർശനത്തിന് പോകാനായിട്ട്. ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു 3 മണി 3:30 നമ്മൾ സോനപ്രയാഗിൽ എത്തുവാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ജീപ്പ് വിളിച്ച് പോയിട്ട് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്നിട്ട് സോനപ്രയാഗിൽ റെസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഹരിദ്വാറിലോട്ടൊക്കെ പോകാനായിട്ടോ പറ്റും. അതുകൊണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ ഈ ത്രിയോഗി നാരായണ ക്ഷേത്രം കൂടെ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു അന്നദാനമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അതുപോലെ ഈ ത്രിയോഗി നാരായണ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഗംഗോത്രിക്ക് കാട്ടിനകത്തൂടെ നടന്നു പോകാനായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയുടെ മാപ്പാണ് വരച്ച് വെച്ചിരിക്കുന്നത്. എനിക്കൊന്നൊരു 200 കിലോമീറ്റർ കാണുമായിരിക്കും. നമ്മുടെ ത്രിയോഗി നാരായണ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.